ഇത് നിങ്ങൾക്ക് മാത്രമല്ല വരും തലമുറകൾക്ക് കൂടിയുള്ളതാണ്. ഹലോ ഗൈസ്, കേരളത്തിലെ 5 നാഷണൽ പാർക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ സൈലൻറ്റ് വാലിയിലേക്ക് ഒരു യാത്ര. മണ്ണാർക്കാട് നിന്നും സൈലൻറ്റ് വാലിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ചെന്നെത്തുന്നത് മുക്കാലി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. അവിടെ നിന്നും ഫോറസ്റ്റിൻ്റെ ബസ്സിലോ അല്ലെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരുന്ന ജീപ്പുകളിലോ ആണ് നമുക്ക് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിനുള്ളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ബസ് പോയി കഴിഞ്ഞിരുന്നു. നമ്മൾ അവിടെയൊക്കെ കറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ജീപ്പുകൾ റെഡിയായി കഴിഞ്ഞിരുന്നു. 2 ബസ്സുകൾ പുറപ്പെട്ടതിന് ശേഷം മാത്രമാണ് ജീപ്പുകളുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാൾക്ക് 600 രൂപ വീതം അടച്ചാൽ 6 പേരടങ്ങുന്ന സംഘത്തിന് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി ജീപ്പിൽ സൈലൻറ്റ് വാലി പാർക്കിനുള്ളിലേക്ക് യാത്ര ചെയ്യാം. ചൂടുകാലമായിരുന്നതുകൊണ്ട് തന്നെ ഫോറസ്റ്റൊക്കെ കുറേ ഡ്രൈ ആയിരുന്നു. 6 വർഷക്കാലം മുമ്പ് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഏത് കാലാവസ്ഥയിലും ജീപ്പുകളിൽ നമുക്ക് ഇതിലൂടെ സുഗമമായി യാത്ര ചെയ്യും. ഏത് നിമിഷവും വന്യമൃഗങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടരുവികളിൽ കുളിച്ച് കാട്ടരുവിയിലെ വെള്ളമൊക്കെ കുടിച്ച് വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ ഉള്ളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൈലൻറ്റ് വാലിയുടെ ഔദ്യോഗികമായ കവാടവും കടന്ന് നമ്മൾ ഇവിടുത്തെ വ്യൂ പോയിൻ്റായ വാച്ച് ടവറിന് സമീപത്തേക്ക് എത്തി. പതിയെ സൈലൻറ്റ് വാലിയുടെ ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കി വളരെ ദുർഘടമായ വാച്ച് ടവറിലേക്ക് വളരെ റിസ്ക് എടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണല്ലോ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലായത്. നിങ്ങൾ പൂർണ്ണമായും ഫിറ്റ് ആണെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് നിങ്ങളെ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണെന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ സൈലൻറ്റ് വാലി ഫോറസ്റ്റിൻ്റെ കോർ ഏരിയയിൽ, അതായത് അതിൻ്റെ ഹൃദയഭാഗത്ത് വന്നെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേരളം 2 സംസ്ഥാനങ്ങളും ഒരു അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ കാണാൻ പറ്റും. അത് നമ്മുടെ തമിഴ്നാടിൻ്റെ വാളയാറ്, അതുപോലെ തന്നെ ഊട്ടി, അതുപോലെ ബന്ദിപ്പൂർ ഫോറസ്റ്റ്, അതുപോലെ നമ്മുടെ നിലമ്പൂർ ഫോറസ്റ്റ്, മലപ്പുറം ജില്ലയിലെ മണ്ണാർക്കാട്, പിന്നെ പാലക്കാട് ജില്ലയുടെ പ്രദേശങ്ങളാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അതോടൊപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുന്തിപ്പുഴ കാണാൻ പറ്റും. ഈ കുന്തിപ്പുഴയിലാണ് പണ്ടൊരു പവർ പ്രോജക്റ്റ് വരാനായിട്ട് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നത്. അത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ധാരാളം വന്യമൃഗങ്ങളുടെ സൈറ്റിംഗ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ മച്ചാനെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ വളരെ സുന്ദരമായ ഒരു യാത്ര ഫിനിഷ് ചെയ്ത് തിരിച്ച് യാത്രയാവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.